മലപ്പുറം PR വിവാദങ്ങൾ ഉയർത്തി രണ്ടാം ദിവസവും നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. അടിയന്തര പ്രമേയ ചർച്ചയുടെ അവസാന ഭാഗത്താണ് പ്രതിപക്ഷം സഭ വിട്ടത്. ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഉപക്ഷേപത്തിൽ നിറഞ്ഞു നിന്നത് മലപ്പുറവും PR-ഉം. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും സഭയിലുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ച CPM-ഉം മുഖ്യമന്ത്രിയും ഇപ്പോൾ മുസ്ലിം സമുദായത്തോട് അവഗണന കാണിക്കുന്ന വിമർശനത്തോടെയാണ് അടിയന്തര പ്രമേയ ചർച്ചകൾക്ക് പ്രതിപക്ഷം തുടക്കമിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി CPM പ്ലേറ്റ് മാറ്റി ചവിട്ടുകയാണ്. മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാത്തിനെയും മുസ്ലിം ന്യൂനപക്ഷത്തെ ക്രൂശിക്കുന്ന ഒരു സമീപനം. ന്യൂനപക്ഷ പ്രീണനമില്ല, ഇനി ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് വർഗീയ പ്രീണനം നടത്താനാണ് ഞങ്ങളുടെ ലൈനെന്ന് ഇവിടെ വ്യക്തമാകുകയാണ്. അല്ലാതെ ഈ അസമയത്ത് കരിപ്പൂരിൽ സ്വർണം വരുന്നതിന് മുഖ്യമന്ത്രി മതപരമായ അടിസ്ഥാനം കൊടുത്തുവന്ന വിധത്തിലും പ്രതിപക്ഷം വിമർശനമുയർത്തി. കരിപ്പൂരിൽ സ്വർണം വരുന്നു, അതിനൊരു മതപരമായ അടിസ്ഥാനം കൊടുത്തത് ശരിയാണോ? ഇന്നലെ ശ്രീ ഗോവിന്ദ മാഷ് അത് ഒരു വിധത്തിൽ നിഷേധിച്ചു. നിങ്ങൾ അനുകൂലിക്കുന്ന മതസംഘടനകളില്ലേ, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആ മതത്തിൽപ്പെട്ടവരില്ലേ, ഇതിനെന്തിനാ ഒരു മതപരമായ അടിസ്ഥാനം കൊടുത്തത്? വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചും ADGP-ക്കെതിരായ നടപടിയെ ന്യായീകരിച്ചും ഭരണപക്ഷാംഗങ്ങളും സഭയിൽ നിറഞ്ഞു നിന്നു. ആ സന്ദർശനത്തെ ന്യായീകരിക്കാൻ ആരും നിന്നിട്ടില്ല സർ. അത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണെന്നും ആ പ്രശ്നത്തിലെ ദുരൂഹമായ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ. രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയും നിയമാനുസൃതമായിട്ടാണ് നടപടി സ്വീകരിക്കാൻ പറ്റുക. കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതറിയാം. ആവേശം കൊണ്ടോ ഉയർന്നു വരുന്ന ഏതെങ്കിലും ആക്ഷേപങ്ങൾ കൊണ്ടോ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ആ നടപടി നിലനിൽക്കില്ല എന്നുള്ളത് സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് ശരിയായിട്ടുള്ള കാര്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സഭ വിട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MP രാജേഷാണ് മറുപടി പറഞ്ഞത്. ADGP-യെ കുറ്റവിമുക്തനാക്കാനും കുറ്റവിചാരണ ചെയ്യാനുമുള്ള തെളിവുകളില്ലെന്നായിരുന്നു MP രാജേഷ് സഭയിൽ പറഞ്ഞത്. ADGP-യെ ആരോപണമുക്തനാക്കാനുള്ള തെളിവുകൾ ഇല്ല, എന്നാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തെളിയിക്കപ്പെടാനുള്ള തെളിവുകളും കണ്ടെത്താനായിട്ടില്ല. കൂടിക്കാഴ്ച സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി അവഗണിച്ചെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണവും തർക്കത്തിനിടയാക്കി. മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ആധികാരികമായി പറയുന്നു. അത് എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എല്ലാ ദിവസവും രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, സാധനങ്ങളുടെ വിലയും വരും, ഇന്റലിജൻസ് റിപ്പോർട്ടും വരും. എല്ലാ മുഖ്യമന്ത്രിമാരുടെ ടേബിൾ 23-ാം തീയതി മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് സർക്കാരിന് വേണ്ടി ആധികാരികമായിട്ട് ഇപ്പോൾ പറയുന്നു. അങ്ങ് ഈ സഭയിൽ വളരെ ആധികാരികമായി പറയുന്നു. അപ്പോൾ അങ്ങ് പറയുന്നത് ആ രേഖ അങ്ങ് മേശപ്പുറത്ത് വയ്ക്കാൻ അങ്ങേക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ആധികാരികമായി തെളിവ് വേണ്ടേ? അല്ലാതെ ഞാൻ പറയട്ടെ അങ്ങ് ഞാൻ പറയട്ടെ ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്തമുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞത് തെളിവ് ഹാജരാക്കാന്ന. തെളിവെന്താ ഹാജരാക്കാനുള്ളത്? പിന്നെ വീഡിയോ വെച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെ ഭരണപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു. തുടർന്ന് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. മര്യാദകേടിന്റെ മാക്സിമം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ എന്ത് മര്യാദ അങ്ങ് അവസാനിപ്പിക്കരുത്. 2 മിനിറ്റ് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കലാണോ? അവിടെ ഇരിക്ക്. അങ്ങ് പറഞ്ഞല്ലോ, പോയിന്റ് ക്ലിയർ ആയി. ആ പോയിന്റ് ക്ലിയർ ആയി. അങ്ങ് പറഞ്ഞോ, അങ്ങ് പറഞ്ഞോ. അവിടെ ഇരിക്കുക. അവിടെ അങ്ങനെ 5 ഇരട്ടി ഇങ്ങൊക്കെ തന്നിട്ടുണ്ട്. 25 മിനിറ്റ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞോ. ഒടുവിൽ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം സഭ വിട്ടതോടെ ഉപക്ഷേപം തള്ളി ബില്ലുകളും പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനം, തിരുവനന്തപുരം.